കർമ്മം ചെയ്തുകൊണ്ടും കർമ്മത്തിന്റെ ബന്ധനത്തിൽപ്പെടാതെ കർമാതീത അവസ്ഥയുടെ അനുഭവം ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, ആത്മാക്കളായ നമ്മളുടെ എല്ലാവരുടെയും സൂക്ഷ്മ ശക്തിയാണ് മനസ്സും ബുദ്ധിയും സംസ്കാരവും. അപ്പൊ കർമാതീത സ്ഥിതി കൈവരിക്കുന്നതിലൂടെ മനസ്സും ബുദ്ധിയും സംസ്കാരവും ഇത് മൂന്നും വളരെ ഭാരരഹിതമായി തീരും. നമ്മുടെ ഓരോ സങ്കല്പങ്ങൾ പോലും വളരെ ലൈറ്റ് ആവും. ഇപ്പൊ ചിന്തകൾ ലൈറ്റ് ആകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഭാരരാഹിത്യത്തിന്റെ അനുഭവം ഫീൽ ചെയ്യും. മാത്രമല്ല, ബുദ്ധിയുടെ ഷാർപ്പ്നെസ് കൂടും. എന്തുകൊണ്ട്? ഇപ്പൊ ബുദ്ധിക്ക് കൺഫ്യൂഷൻ ഇല്ല. ആവശ്യമുള്ള ചിന്തകൾ മാത്രമേ മനസ്സിലേക്ക് വരുന്നുള്ളൂ. അനാവശ്യ ചിന്തകളെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ബുദ്ധിയുടെ ജോലി അല്പം കുറയും. അതായത് യഥാർത്ഥ നിർണയശക്തിയിലൂടെ എന്ത് കാര്യങ്ങളാണോ ചെയ്യേണ്ടത്, എന്താണോ ചെയ്യാൻ പാടില്ലാത്തത്, അത് മനസ്സിലാക്കി സ്വയം അറിഞ്ഞു ചെയ്യും. ഒരിക്കലും മറ്റുള്ളവരുടെ സംസ്കാരം ഒരു കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം അവരെ അതിലേക്ക് ആകർഷിക്കില്ല. അപ്പൊ നമ്മൾ എത്രത്തോളം ആ കർമാതീത സ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു, അത്രയും തന്നെ നമുക്ക് വളരെയധികം ആ ഭാരരാഹിത്യത്തിന്റെ ഫീലിങ്സ് ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും എപ്പോഴും ആ ലൈറ്റ്നെസ്സിൽ നിന്നും ഉണ്ടാകുന്ന ആനന്ദ സ്വരൂപ അവസ്ഥയിൽ നിന്നുണ്ടാകുന്ന ആ ഹൃദയത്തിന്റെ ഗീതം, ആ പാട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ കർമാതീത അവസ്ഥ എന്നാൽ ശരിക്കും എൻജോയ്മെന്റാണ്. ശരിക്കും ജീവിതത്തിന്റെ ആസ്വാദനത്തിനാണ് ആ സ്ഥിതി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടും കർമാതീത അവസ്ഥയിലിരിക്കാനും അതിലൂടെ എല്ലാ തരത്തിലുള്ള ഈശ്വരീയ പ്രാപ്തികളും നേടുവാൻ നമുക്ക് സാധിക്കും.